ഹോർമുസിൽ ഭാരതീയ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. ഒമാൻ തീരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഭാരതീയരായ 24 നാവികർ ഈ കപ്പലിലുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ ഭാരതീയ കപ്പൽ ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഭാരതീയരായ 24 നാവികർ ഈ കപ്പലിലുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, 24ഓളം നാവികർ കപ്പലിലുണ്ട്. അത് ഭാരതീയരാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും നിർണായകമായ മറ്റൊരു ഘടകം, ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കപ്പൽ കപ്പലായിരുന്നു എന്നാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പലാവു ഫ്ലാഗ്ഡ്, അതായത് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ പലാവുവിൽ രജിസ്റ്റർ ചെയ്ത മാരിവെക്സ് എന്ന് പറയുന്ന ഓയിൽ ടാങ്കറിനാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓയിൽ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് അതിലെ 24 പേരും സ്റ്റാഫ് മുഴുവൻ ഭാരതീയരാണ് എന്നതാണ്. അതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമായി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഹോർമൂസിൽ ഒമാൻ തീരത്ത് നിന്ന് ഏതാണ്ട് 15 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായത് എന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വളരെ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇറാനെതിരെയും ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുകയും തുടർന്ന് ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം നടക്കുകയും ചെയ്തു. അതിശക്തമായ ഒരു ആക്രമണം നടന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹോർമൂസിൽ ഈ ഒരു സംഭവവികാസം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ നാവികസേനയോട് സഹായം അഭ്യർത്ഥിച്ച് ഭാരതീയരായ നാവികർ അഭ്യർത്ഥന അയച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന വിവരം പുറത്തു വരികയും ചെയ്തത്. അതിനുള്ള നടപടികൾ, അതായത് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഇടപെട്ട് ഇവരെ രക്ഷിക്കുന്നതിനുള്ള 24 ഭാരതീയരായ നാവികരെ അല്ലെങ്കിൽ ഈ കപ്പൽ ജീവനക്കാരെ മുഴുവൻ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലിന് ഗുരുതരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിൻ്റെ കപ്പലല്ല എങ്കിൽ കൂടി അതിലെ ജീവനക്കാരെല്ലാവരും തന്നെ കപ്പലിൽ ഉള്ള 24 ജീവനക്കാരും ഭാരതീയരാണ് എന്നതാണ് അതീവ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഇവരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിദേശകാര്യ മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐസൻ, അതേപോലെ ഈ കപ്പൽ ആക്രമിച്ചത് സ്വാഭാവികമായും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്? ഹോർമുസ് കടലിടുക്കിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം അത് ഇറാന്റെ ഭാഗത്തു നിന്നാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ ഐസൺ? വിനോദ്, ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ആക്രമണം ഈ ഒരു ഭാരതീയർ ഉൾപ്പെടുന്ന ഈ കപ്പലിന് നേരെ ഉണ്ടാകേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ കപ്പലിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഈ കപ്പൽ ഏതെങ്കിലും തരത്തിൽ അനുമതിയില്ലാതെ കടന്നുപോയത്, ഇറാൻ്റെ അനുമതിയില്ലാതെ, സാങ്കേതികമായി ഇറാൻ്റെ അനുമതി വേണ്ടതില്ല എന്ന നിലപാടാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിലുള്ള 50ഓളം രാഷ്ട്രങ്ങൾ ചേർന്നുള്ള ഒരു സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഫീസ് നൽകേണ്ട നിലപാടൊന്നും സാധ്യമാകുകയില്ല. അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളെല്ലാം തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന കൃത്യമായ നിലപാടിലാണ് ഉള്ളത് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് ഹോർമൂസിൽ ഇത്തരത്തിൽ കപ്പലുകൾ കടന്നു പോകുന്നതിനെതിരെ, അതായത് ഭാരതത്തിൻ്റെ കപ്പലല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം നടന്നു എന്ന് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ കപ്പലല്ല എങ്കിൽ കൂടി ഭാരതീയരാണ് കപ്പലിലുണ്ടായിരുന്നവർ മുഴുവൻ പേരും. ഭാരതത്തിൻ്റെ കപ്പലുകൾക്കെല്ലാം തന്നെ ഹോർമൂസിലൂടെ സ്വതന്ത്രമായി കടന്നു പോകുന്നതിന് അനുമതി ഇറാൻ നൽകിയിട്ടുണ്ട്. അത് വലിയൊരു വെല്ലുവിളി ഉള്ള സാഹചര്യമല്ല ഭാരതത്തിൻ്റെ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ കടന്നു പോകാൻ. പ്രത്യേകിച്ച് ഒമാൻ തീരത്തൊന്നും അത്രയും വെല്ലുവിളി ഭാരതം നേരിടുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് ഈ കപ്പലിന് നേരെ, പലാവുവിൽ രജിസ്റ്റർ ചെയ്ത ഈ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം ഗൗരവമർഹിക്കുന്നൊരു വിഷയമായി മാറുന്നത് മറ്റു തരങ്ങളിലാണ്. അത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണോ ഈ ആക്രമണം ഉണ്ടായത്, അതോ വേറെ ഏതെങ്കിലും തരത്തിലാണോ ആക്രമണം ഉണ്ടായതെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വൈകാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വളരെ വ്യക്തമാണ്. ഹോർമൂസ് കടലിടുക്കിലാണ് ഭാരതീയർ ഉൾപ്പെട്ട 24 നാവികർ ഉൾപ്പെട്ട കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കപ്പൽ ഭാരതത്തിൻ്റെതല്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഈ കപ്പലിലുണ്ടായിരുന്ന 24 പേരും അവർ ഭാരതീയരാണ്, അവർ നാവികരാണ്. അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട്. ഏറെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ അന്താരാഷ്ട്ര തലത്തിൽ സമീപിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് പങ്കുവെക്കുന്നത്.